ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഫെബ്രുവരി 13 വെള്ളിയാഴ്ച വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഒരുപാട് നല്ല വിശേഷങ്ങൾ ഒന്നിച്ചു ചേരുന്നൊരു ദിവസമാണ്. അതിൽ തന്നെ ആദ്യത്തേത് മുപ്പട്ട് വെള്ളിയാണ്, കുംഭം 1, കുംഭസംക്രാന്തി വരുന്നുണ്ട്, വിഷ്ണുപതി പുണ്യകാലമാണ്, ഏകാദശിയും കൂടിയിട്ടാണ്. ഒരു ദിവസം ഇത്രയും വിശേഷങ്ങൾ ഒന്നിച്ചു വരിക എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിന് എത്രമാത്രം പവർ ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്, കുംഭസംക്രാന്തി സമയത്ത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സമയം വിളക്ക് കൊളുത്തേണ്ടുന്ന സമയമാണ്. അതേപോലെ തന്നെ വിഷ്ണുപതി പുണ്യകാലത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, ഇത് വീട്ടിൽ നമുക്ക് വളരെ എളിമയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യം തന്നെ കുംഭം 1 വെള്ളിയാഴ്ചയോടും ഏകാദശിയോടും കൂടി വന്നിരിക്കുന്നു. കുംഭമാസം മുഴുവൻ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ലക്ഷ്മി നാരായണൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുമാത്രവുമല്ല, ഏകാദശി തിഥിയും വിഷ്ണുപതി പുണ്യകാലവും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നു. വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് വളരെ ഓസ്പീഷ്യസ് ആയിട്ട് ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ എന്തൊരാഗ്രഹം വിഷ്ണു ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും അത് നമുക്ക് നടന്നു കിട്ടും. ഒരു വർഷം 4 തവണയാണ് വിഷ്ണുപതി പുണ്യകാലം വരുന്നത്. അതായത് ഓരോ 3 മാസം കൂടുമ്പോഴും സൂര്യഭഗവാൻ തൻ്റെ സ്ഥിര രാശികളായ ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം രാശികളിലോട്ട് കടക്കുമ്പോഴാണ് ഈ ഒരു വിഷ്ണുപതി പുണ്യകാലം വരുന്നത്. മഹാവിഷ്ണു ഭഗവാന്റെ ഇഹലോകത്തിൻ്റെ നിലനിൽപ്പിനും ക്ഷേമത്തിനും അനുഗ്രഹ വർഷം ചൊരിയുന്നൊരു ദിവസമാണിതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഈ ദിവസം വിഷ്ണു ക്ഷേത്രം ദർശിക്കുന്നതും കഴിയുന്ന വഴിപാടുകൾ കഴിപ്പിക്കുന്നതുമൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. ഏകാദശി തിഥിയിൽ ഹരിവാസര സമയത്താണ് ഈ പ്രാവശ്യത്തെ വിഷ്ണുപതി പുണ്യകാലം വന്നിരിക്കുന്നതെന്ന് മറ്റൊരു പ്രത്യേകത. വിഷ്ണുപതി പുണ്യകാലത്തിൻ്റെ സമയമെന്ന് പറയുന്നത് വെള്ളിയാഴ്ച അതികാലെ, അതായത് 1:30 ആരംഭിച്ചിട്ട് രാവിലെ 10:30 വരെയുള്ളൊരു സമയത്താണ് വിഷ്ണുപതി പുണ്യകാലം വരുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടുന്ന കാര്യമാണെങ്കിലും വീട്ടിൽ ഞാൻ ഈ പറയുന്ന കാര്യമാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സമയത്തിനുള്ളിലാണ്. അതിൽ തന്നെ ഹരിവാസര സമയം ആരംഭിക്കുന്നത് അന്ന് രാവിലെ 7:58 7:58 ആരംഭിക്കുന്ന ഹരിവാസര സമയം അവസാനിക്കുന്നത് അന്ന് രാത്രി 8:48. നമുക്കറിയാം, വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഈ ഒരു ഹരിവാസര സമയമെന്ന് പറയുന്നത്. അതേപോലെ അന്ന് കുംഭസംക്രാന്തിയാണ്. സൂര്യഭഗവാൻ മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിലോട്ട് മാറുന്ന സമയം. ആ ഒരു പർട്ടിക്കുലർ സമയമെന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമായ 4:08. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്, ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ, അബ്രോഡൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ ഒരു വിഷ്ണുപതി പുണ്യകാലത്ത് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പം ബ്രഹ്മമുഹൂർത്തമായ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് കറക്റ്റ് 4:08 തന്നെ നമ്മൾ വീട്ടിൽ നിലവിളക്കിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് കൊളുത്തണം. കാരണം കുംഭം സംക്രാന്തി ആരംഭിക്കുന്ന ആ സമയത്ത് നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അന്ന് ഏകാദശി ആയതുകൊണ്ട് തന്നെ വ്രതമെടുക്കുന്നവരൊക്കെ വ്രതമെടുത്ത് ഭഗവാന് തുളസി മാലയൊക്കെ ചാർത്തി പ്രാർത്ഥിക്കേണ്ടതുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, ഞാൻ എല്ലാ പ്രാവശ്യവും വിഷ്ണുപതി പുണ്യകാലം വരുന്ന സമയത്ത് പറയുന്ന അതേ കാര്യമാണ്. നമ്മൾ ഈ ഒരു 10:30 മുൻപായിട്ട് കൊടിമര ചുവട്ടിൽ വിഷ്ണു ക്ഷേത്രം എവിടെയാണോ അവിടെയുള്ള കൊടിമരത്തിന് മുൻപിൽ പോവുക. അവിടെ ചെന്ന് ശ്രീകോവിലിനുള്ളിലോട്ട് നോക്കി തൊഴുത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഒരു പാക്കറ്റ് കല്ലുപ്പ് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം അന്ന് 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ കല്ലുപ്പ് മേടിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച. ഇനി ഞങ്ങൾക്ക് കല്ലുപ്പ് ആ സമയത്ത് മേടിക്കാൻ പറ്റില്ല എന്നുള്ളവർ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ മതിയായിരിക്കും. അതെന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. ഇനി ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കല്ലുപ്പ് മേടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നുകൊണ്ട് എടുക്കുകയൊന്നും വേണ്ട. നമ്മളത് പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്.
കൂടാതെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ 1 രൂപയുടെയോ 2 രൂപയുടെയോ 5 രൂപയുടെയോ 10 രൂപയുടെയോ 27 നാണയങ്ങളും 27 വെളുത്ത പുഷ്പങ്ങളും കൂടി നമ്മൾ കയ്യിൽ കരുതണം. 27 നാണയങ്ങൾ മസ്റ്റാണിവിടെ. ഇനി ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നവർ 27 വെളുത്ത പുഷ്പങ്ങൾ തീർച്ചയായിട്ടും കയ്യിലെടുത്തിരിക്കണം. ഇനി 27 വെളുത്ത പുഷ്പങ്ങൾ ഇല്ലാത്തവർക്ക് 27 മഞ്ഞ കളറിലെ യെല്ലോ കളറിലെ പുഷ്പങ്ങളും കയ്യിലെടുക്കാവുന്നതാണ്. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് ക്ഷേത്രത്തിനുള്ളിൽ നോക്കി ശ്രീകോവിലിൽ നോക്കി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാന് മുൻപിലുള്ള ഗരുഡനെ, എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഒന്നെങ്കിൽ കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലുമായിട്ട് ഗരുഡ ഭഗവാൻ ഉണ്ടാവും. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഗരുഡനെ മനസ്സിലോർത്ത് ഗരുഡ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് കൊടിമരത്തിന് ചുറ്റും നമ്മൾ 27 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രമോ ലളിതം ലംബോദരം എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രമോ ചൊല്ലി നമുക്ക് കൊടിമരത്തിന് പ്രദക്ഷിണം ചെയ്യാം. കൊടിമരത്തിന് പ്രദക്ഷിണം ചെയ്യുമ്പം ഓരോ പ്രാവശ്യവും ഓരോ നാണയവും ഓരോ പുഷ്പവും കൊടിമരത്തിന് നമ്മൾ സമർപ്പിക്കണം. അങ്ങനെ 27 പ്രാവശ്യം നമ്മൾ പ്രദക്ഷിണം ചെയ്യണം. പ്രദക്ഷിണം ചെയ്ത് കൊടിമരത്തിനെ തൊഴുതതിന് ശേഷം ശ്രീകോവിലിനുള്ളിൽ, അതായത് ക്ഷേത്രത്തിനുള്ളിലോട്ട് കടക്കണം. ക്ഷേത്രത്തിനുള്ളിൽ കടക്കുമ്പം ഭഗവാന് നെയ്ദീപം നമുക്ക് ചീട്ടാക്കാനായിട്ട് പറ്റും. എല്ലാ വിഷ്ണു കൃഷ്ണ ക്ഷേത്രങ്ങളിലും ഉണ്ടാകും നെയ്ദീപം. നമ്മൾ ചീട്ടാക്കണം. ഇനി നമ്മൾക്ക് കൊളുത്തി വെക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഭഗവാന് മഞ്ഞ കളറിലെയോ അല്ലെങ്കിൽ തുളസി മാലയോ ക്ഷേത്രത്തിൽ മേടിച്ച് സമർപ്പിക്കാം. താമരപ്പൂവ് കിട്ടുന്ന ക്ഷേത്രമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു താമരപ്പൂവും കൂടിയിട്ട് നമുക്ക് വാങ്ങിച്ച് സമർപ്പിക്കാവുന്നതാണ്. ശേഷം നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്ന് ഇതേ കാര്യം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഭഗവാന്റെ ഫോട്ടോ, അതിപ്പം വെങ്കടേശ്വര ഭഗവാനും ലക്ഷ്മി ദേവിയുമാകാം, കൃഷ്ണനാവാം, കുഞ്ഞു ഫോട്ടോയോ വലിയ ഫോട്ടോയോ എന്തുമാവാം, അതെടുക്കുക. ഇപ്പോൾ പൂജാമുറിയിലോ നിങ്ങളുടെ ഹോളിലോ നിങ്ങൾക്ക് 27 പ്രാവശ്യം വലം വെക്കാൻ പറ്റുന്നത് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് ഈ ഫോട്ടോ നമ്മൾ അല്ലെങ്കിൽ വിഗ്രഹം നമ്മൾ വെക്കണം. വെക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ആ വെക്കുന്ന ഭാഗം മഞ്ഞൾ വെള്ളം കൊണ്ട് തുടച്ച് ശുദ്ധമാക്കി ഒരു മഞ്ഞ കളറിലെയോ ചുമന്ന കളറിലെയോ ക്ലോത്ത് വിരിച്ച് അതിന് പുറത്തായിട്ട് വേണം ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു വിഗ്രഹം വെക്കാൻ. അതിനുശേഷം മുല്ലപ്പൂമാലയോ തുളസിമാലയോ താമരപ്പൂവോ ഒക്കെ സമർപ്പിക്കാവുന്നതാണ്. ഭഗവാന് മുൻപിൽ നമ്മളൊരു നെയ്ദീപം കൂടി കൊളുത്തി വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ 27 നാണയങ്ങൾ അല്ലെങ്കിൽ 27 പൂക്കൾ, രണ്ടും ഒന്നിച്ചുണ്ടെങ്കിൽ ഒന്നിച്ചെടുക്കാം, ഇല്ലെങ്കിൽ എന്താണോ ഉള്ളത് അത് കയ്യിലെടുത്ത് അവിടെ നമ്മൾ ഭഗവാന് 27 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നു. ഈ പറഞ്ഞ മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലി പ്രദക്ഷിണം ചെയ്ത് ഭഗവാന് നമ്മൾ ഓരോ പ്രദക്ഷിണത്തിലും ഓരോ പൂവും ഓരോ നാണയവും സമർപ്പിക്കുന്നു. അങ്ങനെ 27 പ്രദക്ഷിണവും കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ നമ്മൾ നമസ്കരിക്കുന്നു. നമസ്കാര ശേഷം നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രമോ 27 പ്രാവശ്യം ചൊല്ലി തുളസി ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്ന അത് ജപിച്ച് ഭഗവാനോട് ഒരേ ഒരു ആഗ്രഹം, ഇപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, പക്ഷേ ഈ പർട്ടിക്കുലറായിട്ട് ഈ ഒരു വിഷ്ണുപതി പുണ്യകാല സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥനയും ഭഗവാൻ നമുക്ക് സാധിച്ചു തരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യവും കൂടിയിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ ക്ഷേത്രത്തിൽ ചെയ്യുക, വീട്ടിൽ പോകാൻ പറ്റുന്നവർ വീട്ടിൽ ചെയ്യുക. ഇത് രാവിലെ 10:30 മുൻപ് ചെയ്യണം. അപ്പം വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഇത് ചെയ്യാം. പ്രത്യേകിച്ച് ആ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ആ സമർപ്പിച്ച നാണയങ്ങൾ നിങ്ങൾക്ക് എപ്പോഴാണോ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ ആ പോകുന്ന ദിവസം സമർപ്പിച്ചാൽ മതിയാവും. അതായത് നിങ്ങൾ വെള്ളിയാഴ്ച ഇത് വീട്ടിൽ ചെയ്തിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ക്ഷേത്രത്തിൽ 27 നാണയങ്ങളും സമർപ്പിക്കുക. പിന്നെ ഉപ്പ് മേടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് ഉപ്പ് മേടിച്ചാലും തിരിച്ചു വരുന്ന വഴിക്ക് ഉപ്പ് മേടിച്ചാലും അങ്ങനെ അല്ലെങ്കിൽ അന്നത്തെ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പാക്കറ്റ് കല്ലുപ്പ് മേടിച്ചിട്ട് കല്ലുപ്പ് കൊണ്ട് ഉപ്പുദീപം മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ അന്നത്തെ ദിവസം കൊളുത്തി വെക്കാനും മറക്കരുത്. അത് പ്രത്യേകിച്ച് ശുക്രഹോര എന്നുള്ള സമയമൊന്നുമില്ല. ഏത് സമയത്താണോ നിങ്ങൾക്ക് കൊളുത്താൻ പറ്റുന്നത് ആ ഒരു സമയത്ത് ഉപ്പുദീപം മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ അന്നത്തെ ദിവസം തീർച്ചയായിട്ടും കൊളുത്തിയിരിക്കണം.
അതേപോലെ തന്നെ ഏകാദശി വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം ഏകാദശിയാണ്, വിഷ്ണുപതി പുണ്യകാലമാണ്, വെള്ളിയാഴ്ചയാണ്, കുംഭസംക്രാന്തിയാണ്. ഇതുപോലെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അന്നദാനം തീർച്ചയായിട്ടും ചെയ്യണം. പ്രത്യേകിച്ച് പക്ഷിമൃഗാദികൾക്കും ഒപ്പം തന്നെ ഏതെങ്കിലും ഒരാളുടെയെങ്കിലും വയറ് നിറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗോപൂജ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോപൂജ ചെയ്യണം. ഇനി അങ്ങനെയല്ല, വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഗോമാതാവിൻ്റെ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അതിനാണെങ്കിലും ഗോപൂജ ചെയ്യാനായിട്ട് മറക്കരുത്. പ്രത്യേകിച്ച് ഏകാദശി തിഥികളിൽ നമ്മൾ ഗോപൂജ ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇനി ഈ ഒരു ഏകാദശി എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് തന്നെ തിരുവില്യാമല ഏകാദശി എന്നാണ്. അതായത് വിജയ ഏകാദശി, തിരുവില്യാമല ഏകാദശി എന്ന് പറയും. ശ്രീ തിരുവില്യാമല വിൽവാദ്രനാഥ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം, കുംഭത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് അവിടെ ഏകാദശിയായിട്ട് ആഘോഷിക്കുന്നത്. അതുമാത്രവുമല്ല, പാപമുക്തിക്കായിട്ട് ഭക്തർ പുനർജനി ഗുഹ നൂഴുന്ന പുനർജനി നൂഴലാണ് തിരുവില്യാമല ഏകാദശിയുടെ ഒരു പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം അങ്ങനെ ഒരു കാര്യം കൂടിയിട്ട് അവിടെ സംഭവിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, വിജയ ഏകാദശി എന്നറിയപ്പെടുന്ന ഈ ഒരു ഏകാദശി വിദ്യാവണ്ണം എടുത്ത് ആരാണോ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് സർവ്വ വിജയങ്ങളും ഉണ്ടാകുകയും ചെയ്യും. അപ്പം വിജയ ഏകാദശിയിൽ വന്നിരിക്കുന്ന വിഷ്ണുപതി പുണ്യകാലത്തിൽ നമ്മൾ നമ്മുടെ ഒരാഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് നടന്നു കിട്ടും. ഈ ഒരു ദിവസത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് നമുക്ക് വിജയം ഉറപ്പായിട്ടും ലഭിക്കും എന്നുള്ളത്. അതുമാത്രവുമല്ല, ശിവരാത്രിക്ക് 2 ദിവസം മുമ്പായിട്ട് വരുന്ന ഈ ഒരു ഏകാദശി വളരെ വളരെ ശ്രേഷ്ഠവുമാണ്. നിങ്ങൾക്ക് ഏകാദശി വ്രതം വിധിയാവണ്ണം എടുക്കാൻ സാധിച്ചില്ലെങ്കിലും കഴിയുന്നതും വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ 3 ദിവസം തുടർച്ചയായി നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ശിവവിഷ്ണു ഭജനത്തിൽ മുഴുകുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. പറയാൻ കാരണം, വെള്ളിയാഴ്ച ഇത്രയും പുണ്യങ്ങളുള്ളൊരു ദിവസമാണ്. പിറ്റേന്ന് ശനിയാഴ്ച ശനിപ്രദോഷമാണ്. അതും കഴിഞ്ഞ് വരുന്ന ദിവസമാണ് മഹാശിവരാത്രി. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഭഗവത് സ്മരണയിൽ മുഴുകി ഭഗവാന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം അത് നമുക്ക് കിട്ടുന്ന വളരെ വലിയ ഒരു പുണ്യം തന്നെയായിരിക്കും. ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് നാളെ ഏകാദശി വ്രതം എടുക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ നോൺ വെജുകളൊക്കെ ഒഴിവാക്കി കഴിയുന്നതും ഭഗവാനെ പ്രാർത്ഥിച്ച് ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണുപതി പുണ്യകാലത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. അതിനോടൊപ്പം തന്നെ ഈ ഭഗവാന്റെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന അത്ര അന്നത്തെ ദിവസം ജപിക്കാവുന്നതാണ്. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.